ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലവ് മാരേജിന് ശേഷം പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആൾക്കിപ്പോൾ എന്നോട് പണ്ടത്തെ പോലെ ഇഷ്ടമൊന്നുമില്ല, പണ്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു വൈബും കണക്ഷനൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ശരിക്കും ആഫ്റ്റർ മാരേജ് ലവ് കുറയുന്നുണ്ടോ? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ആക്ച്വലി ഹാപ്പൻ ടു ലവ് ആഫ്റ്റർ ലവ് മാരേജ്. അപ്പോൾ ആദ്യം തന്നെ ബിഫോർ മാരേജ് ലവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലവില് എക്സൈറ്റ്മെന്റിന്റെയും ഇമാജിനേഷന്റെയും ഒരു കോമ്പിനേഷൻ വർക്ക് ആവുന്നുണ്ട്. അതായത് നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മുടെ കൂടെ ഇല്ല, പക്ഷെ നമുക്ക് അയാളെ ഭയങ്കര ഡീപ്പായിട്ട് ഇഷ്ടമാണ്. ആ സമയത്ത് അയാളുടെ ആബ്സെൻസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യും. അയാൾ നമ്മൾ കല്യാണം കഴിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതിനുവേണ്ടി പല മൂവീസിലെയും റെഫറൻസുകൾ നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, അയാളുടെ കംപ്ലീറ്റ് അറ്റൻഷൻ നമുക്കായിരിക്കും കിട്ടുക, ഇങ്ങനെയൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്ത് കൂട്ടാറുണ്ട്. അങ്ങനെ ഇമാജിൻ ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് വലിയൊരു എക്സ്പെക്ടേഷന്റെ കൂമ്പാരം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ബിഫോർ മാരേജ് രണ്ട് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കോൾസും മെസ്സേജസും അതുപോലെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കായിരിക്കും കംപ്ലീറ്റ് അറ്റൻഷൻ തരുന്നതും. ഇതൊക്കെ വളരെയധികം കൂടുതലായിരിക്കും ഒരു റിലേഷൻഷിപ്പിൽ. അടുത്തൊരു പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനും ഒബ്സഷനും ഉണ്ടായിരിക്കും നമ്മൾ ലവ് ചെയ്യുന്ന സമയത്ത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരാളെ എത്ര അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾ നമ്മുടെ കൂടെ ജീവിക്കാത്തോടത്തോളം കാലം നമുക്ക് അവരെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ മിസ്റ്റീരിയസ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അതെന്തായിരിക്കും എന്ന് അറിയാനുള്ളൊരു സാധനം. പിന്നെ അതേപോലെ നമുക്ക് അവരെ നഷ്ടമാകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. ബിക്കോസ് കല്യാണം കഴിയുന്നത് വരെ നമുക്കത് പെർമനന്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് അവർ നമ്മൾ ഉപേക്ഷിക്കോ അല്ലെങ്കിൽ അവർ നമുക്ക് കിട്ടില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ ചെറിയ ചെറിയ എഫേർട്ടുകളാണെങ്കിലും വലിയ രീതിയിലുള്ള എഫേർട്ടുകളാണെങ്കിലും നമ്മൾ ഇടാൻ റെഡി ആവും ആ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ, നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ലവിലുള്ള സമയത്ത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഒരുപാട് റിലീസ് ആവുന്നുണ്ട്. ഡോപ്പമിൻ ഒരു ഹാപ്പി ഹോർമോൺ ആണ്. അത് മാത്രമല്ല നമ്മളിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നതും ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആഫ്റ്റർ മാരേജ് ഈ ലവിന് എന്താണ് സംഭവിക്കുന്നതെന്നാണ്. ആഫ്റ്റർ മാരേജ് നമ്മുടെ ലവിൽ ഉണ്ടാവുന്ന റൊമാൻസിനെ റെസ്പോൺസിബിലിറ്റീസ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു മാരീഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരികയാണ്. അപ്പം നമ്മളത് ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും വിട്ടുപോകാറുണ്ട്. ചെറിയ ചെറിയ എഫേർട്ടുകൾ ഇടാനാണെങ്കിലും നമ്മുടെ ലവ് എക്സ്പ്രസ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടുപോകാറുണ്ട്. പിന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു ക്യൂരിയോസിറ്റി ആഫ്റ്റർ മാരേജിന് ശേഷം പതിയെ കുറയും. കാരണം നമ്മൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. പിന്നെ അതിലൊരു ക്യൂരിയോസിറ്റീൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ടോപ്പിക്സ് തന്നെ ആയിരിക്കും. നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് അത് കമ്പാരിറ്റീവ്ലി കുറയാണ്. കാരണം നമ്മൾ ലവ് ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ രണ്ട് സ്ഥലത്തായിട്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ടോപ്പിക്സ് നമുക്ക് ഒരിക്കലും ആഫ്റ്റർ മാരേജ് ഉണ്ടാവില്ല. ഒരുമിച്ചല്ലേ, ഒന്നും നമുക്ക് കാര്യമായിട്ട് പറയാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും കുറവായിരിക്കും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ആഫ്റ്റർ മാരേജ് നമ്മളുടെ ബ്രെയിനിൽ റിലീസ് ആവുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണിന് പകരം ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ആക്ച്വലി ഈ ഓക്സിറ്റോക്സിനും ഒരു ലവ് ഹോർമോൺ തന്നെയാണ്, പക്ഷെ അതിൽ കൂടുതലും ഉണ്ടാവുന്നത് സേഫ്റ്റിയും കണക്ഷനും കംഫർട്ടും ഒക്കെയാണ്. അപ്പോൾ ഡോപ്പമിനും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, പക്ഷെ അത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെന്റ് ആഫ്റ്റർ മാരേജ് വളരെ കുറവായിരിക്കും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് മാരേജിന് ശേഷം ലവ് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു മാരേജിലേക്ക് എൻ്റർ ആവുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിൽ മാച്ച് ആവാതെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് വലിയൊരു നിരാശയാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും, ശരിയാണ് നമ്മളുടെ പാർട്ട്ണറിന്റെ ലവ് കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ മാരേജിന് ശേഷം പാർട്ട്ണറിന്, അതായത് ബോയ്സിനാണ് പൊതുവെ അങ്ങനെ ഉണ്ടാവുക, ഇനിയിപ്പോൾ ഇതിൽ എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ആൾ നമ്മളേതായല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വേർബലി എനിക്ക് നിന്നെ ഇഷ്ടമാണ് ആ രീതിയിൽ നമ്മൾ നമ്മുടെ ലവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഇപ്പം അങ്ങനെ പറയുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ, ഈ രീതിയിലുള്ള തോട്ട്സ് ഒക്കെ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ, രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലവ് ലാംഗ്വേജ് ആയിരിക്കും
ഉണ്ടായിരിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മളടുത്ത് ലവ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും, അത് വേറൊരു വേയിലായിരിക്കും ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്, പക്ഷെ നമുക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല, കാരണം നമ്മുടെ ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടും ലവ് കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്. അതായത് ആഫ്റ്റർ മാരേജും നമുക്ക് ആ ഒരു ലവ് അലൈവ് ആക്കി വെക്കാനുണ്ടാവുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, നിങ്ങളുടെ നീഡ്സ് എന്തൊക്കെയാണോ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണറിനോട് പറയുക. നിങ്ങൾ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ കൂടെ അല്ല നിങ്ങളിത് പറയേണ്ടത്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടല്ല ഇത് പറയേണ്ടത്, കരഞ്ഞിട്ടും അല്ല പറയേണ്ടത്. നിങ്ങൾ രണ്ടുപേരും ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സമയത്താണ് നിങ്ങൾ ഈ ഒരു കാര്യം അവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അവരിത് അക്സെപ്റ്റ് ചെയ്യും, നിങ്ങളെ കേൾക്കാൻ റെഡി ആവും, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലവ് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലവ് നമ്മളടുത്ത് എക്സ്പ്രസ് ചെയ്യേണ്ടത് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ റെഗുലർ ആയിട്ടായിരിക്കണം. ഒരിക്കലും ഒക്കേഷണലി നിങ്ങളത് ചെയ്യരുത്. അതായത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അവരുടെ അടുത്ത് നിന്ന് വേണം, എന്തെങ്കിലും ഒരു ആവശ്യം അവരെ കൊണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് മാത്രം അവരോട് സ്നേഹത്തോടെ പെരുമാറുക, സോപ്പിടാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക, ലവ് വേർബലി എക്സ്പ്രസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ ഇപ്പോൾ അവർ നിങ്ങളടുത്ത് പിണങ്ങിയിരിക്കുകയാണ്, അപ്പോൾ അവരെ മിണ്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുക, ആ രീതിയിൽ ചെയ്യാറുണ്ട് ചില ആളുകൾ. പക്ഷെ അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ലവ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് കൊടുക്കണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവരിപ്പോഴും സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ അവർക്ക് ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ, അവർക്ക് ചെറിയ ചെറിയ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്സ് പോകണം, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഇപ്പം അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ മൊമെന്റ്സ് ഉണ്ടാവും, അത് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ഒരുപാട് ഹാപ്പി ആവും, ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ സേഫ് ആണ്, അവർ ആ ഒരു പണ്ടത്തെ സ്നേഹം അവർക്കുണ്ട് എന്നുള്ള ഒരു ഫീൽ അവർക്ക് വരും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലവ് ലൈഫിനെ നിങ്ങളുടെ മാരീഡ് ലൈഫുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലവ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റിംഗ് സ്റ്റേജ് ആണ്. അതായത് രണ്ട് വ്യക്തികൾ, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പറഞ്ഞ് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെന്റ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ആഫ്റ്റർ മാരേജ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ ഒരുമിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളാണ് ആ ഒരു ഡേറ്റിംഗ് സ്റ്റേജിൽ നമുക്കിടയിൽ സംഭവിക്കുന്നത്. അതൊരിക്കലും പരസ്പരം രണ്ടുപേരും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ലവ് ലൈഫും മാരീഡ് ലൈഫും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ലവ് ലൈഫിലും മാരീഡ് ലൈഫിലും നമുക്കിടയിൽ ഉണ്ടാവുന്ന സ്നേഹവും ഡിഫറെൻ്റ് ആണ്. നമുക്ക് ലവ് ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം മാരീഡ് ലൈഫിൽ ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് ഇത് കോമൺ ആണ് അല്ലെങ്കിൽ ഇത് നോർമൽ ആണെന്ന് മനസ്സിലാക്കി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത് രണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. So it's me Rashna signing off.